ചാനലിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് തദ്ദേശ തിരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഇത്തവണ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കോൺഗ്രസ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. നിലവിലെ ഇടത് ദുർഭരണത്തിൽ നിന്നും ജനങ്ങളെ രക്ഷിക്കാനും കേരളത്തെ കാവ്യവൽക്കരിക്കാനൊരുങ്ങുന്ന NDAയെ പ്രതിരോധിക്കാനും ശക്തരായ സ്ഥാനാർത്ഥികളെ മുന്നിലിറക്കിയാണ് കോൺഗ്രസും ടീം UDFും ശ്രമിക്കുന്നത്. സംസ്ഥാനത്തുടനീളമുള്ള വ്യത്യസ്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഇത്തവണത്തെ കരുത്ത്. ജൻസികളെ രംഗത്തിറക്കിയും വനിതാ സ്ഥാനാർത്ഥികൾക്ക് പ്രാതിനിധ്യം നൽകിയും മറ്റു മേഖലകളിൽ നിന്നുള്ളവർക്ക് അവസരം നൽകിയും സാധാരണക്കാരിൽ നിന്നുള്ളവരെ ഇറക്കിയും UDFിന് തുടക്കത്തിൽ തന്നെ മറ്റു മുന്നണികൾക്ക് വെല്ലുവിളി സൃഷ്ടിക്കാനായി എന്നത് അത്ര ചെറിയ കാര്യമല്ല. മറ്റു മുന്നണികൾ മടിച്ചു നിന്നപ്പോൾ മേയർ സ്ഥാനാർത്ഥികളെ പലയിടത്തും മുൻകൂട്ടി പ്രഖ്യാപിച്ചതും വലിയ ജനപിന്തുണ നേടുന്നതിൽ കോൺഗ്രസിന് സഹായകമായിട്ടുണ്ട്. ഇങ്ങനെ പുത്തൻ തന്ത്രങ്ങളും സർപ്രൈസുകളും തിരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ചതിൽ ഇതിനകം തന്നെ കോൺഗ്രസ് വിജയിച്ചു കഴിഞ്ഞു എന്നതാണ് സത്യം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ സ്ഥാനാർത്ഥികൾ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ കരുത്ത്. അത്തരത്തിൽ കരുത്തെയും ശക്തിയും വ്യത്യസ്തയുമായ UDFിന്റെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ഗ്രാമപ്പോരിൽ സംസാരിക്കാൻ പോകുന്നത്. തൃശൂർ കോർപ്പറേഷനിലെ കിഴക്കുംപാട്ടുകര ഡിവിഷനിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡോക്ടർ നിജി ജസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. തൃശൂരിലെ പ്രമുഖ ഗൈനക്കോളജിസ്റ്റാണ് നിജി ജസ്റ്റിൻ. 1/4 നൂറ്റാണ്ട് മുമ്പ് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഗർഭിണിയുടെ ഭർത്താവിനെ പ്രസവ ശസ്ത്രക്രിയക്കിടെ ശസ്ത്രക്രിയാ മുറിയിൽ കയറ്റിയും സംഗീതത്തിന്റെ അകമ്പടിയോടെ പ്രസവ ശസ്ത്രക്രിയ നടത്തിയും വിപ്ലവം സൃഷ്ടിച്ച വാർത്തകളിൽ നിറഞ്ഞു നിന്ന ഡോക്ടറാണ് നിജി ജസ്റ്റിൻ. പ്രമുഖ ഡോക്ടർ ആയതുകൊണ്ട് മാത്രമല്ല നിജി ജസ്റ്റിൻ UDF സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയത്. അതിനുമപ്പുറം യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ്, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ്, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള നിജി ജസ്റ്റിൻ നിലവിൽ തൃശൂർ DCC വൈസ് പ്രസിഡന്റ് ആണ്. വർഷങ്ങളായുള്ള ഡോക്ടർ നിജിയുടെ പ്രവർത്തനത്തിനുള്ള അംഗീകാരമാണ് നിലവിലെ സ്ഥാനാർത്ഥിത്വം. തൃശൂർ കോർപ്പറേഷൻ ഭരണം UDFിന് ലഭിക്കുകയാണെങ്കിൽ കിഴക്കുംപാട്ടുകര ഡിവിഷനിൽ മത്സരിക്കുന്ന ഡോക്ടർ നിജി ജസ്റ്റിനെ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന കാര്യവും കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നുണ്ട്. പ്രസവ സമയത്ത് ലേബർ റൂമിൽ ഭർത്താക്കന്മാർ നിർബന്ധമായി വേണമെന്ന് വാദിച്ചിരുന്ന ഗൈനക്കോളജിസ്റ്റ് 30 വർഷത്തിനിടെ തൃശൂരിൽ 100 കണക്കിന് പ്രസവം എടുത്തു. ആദ്യമായി കൈകളിലെടുത്ത കുഞ്ഞുങ്ങളിൽ കുറെ പേർ ഇന്ന് നിജി ജസ്റ്റിൻ മത്സരിക്കുന്ന ഡിവിഷനിലെ വോട്ടർമാർ കൂടിയാണെന്നത് ഏറെ കൗതുകമാണ്. രാഷ്ട്രീയ പ്രവർത്തനവും വൈദ്യരംഗത്തെ സേവനവും ഒരുപോലെ കൊണ്ടുപോകുന്ന ഡോക്ടറിൽ വലിയ പ്രതീക്ഷയാണ് UDFിന്. ഡോക്ടർ നിജി ജസ്റ്റിൻ ജനവിധി തേടുന്ന കിഴക്കുംപാട്ടുകര ഡിവിഷൻ UDFിന്റെ ഉറച്ച കോട്ടയാണ്. ഒരിക്കലും ഇവിടുത്തെ ജനങ്ങൾ UDFിനെ കൈവിട്ടിട്ടില്ല. 2000-ലാണ് തൃശൂർ കോർപ്പറേഷൻ നിലവിൽ വന്നത്. 2000 മുതൽ 2025 വരെ UDF ആണ് കിഴക്കുംപാട്ടുകര ഡിവിഷനിൽ വിജയിക്കുന്നത്. LDFിനും BJPക്കും ഇതുവരെ ഈ UDF കോട്ട പൊളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണയും അത് സംഭവിക്കാതിരിക്കാനാണ് ഡോക്ടർ നിജിയെ തന്നെ UDF രംഗത്തിറക്കിയത്. നിലവിൽ തൃശൂർ കോർപ്പറേഷൻ ഭരിക്കുന്നത് LDF ആണ്. കഴിഞ്ഞ തവണ ഒരു സീറ്റിനാണ് തൃശൂർ കോർപ്പറേഷനിൽ UDFിന് ഭരണം നഷ്ടമായത്. ഇത്തവണ കോർപ്പറേഷൻ UDF തിരിച്ചുപിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നാണ് ഡോക്ടർ നിജി ജസ്റ്റിൻ പറയുന്നത്. വനിതകളുടെ വലിയൊരു നിര തന്നെ മത്സര രംഗത്തുണ്ട്. 28 സീറ്റിന് പകരം 32 സീറ്റുകളിലാണ് വനിതാ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. അതായത് 4 ജനറൽ സീറ്റുകൾ കൂടി വനിതകളാണ് ഇത്തവണ മത്സരിക്കുന്നത്. ശക്തരായ വനിതാ സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഇത്തവണ തൃശൂർ കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാൻ പോരാട്ടത്തിനിറങ്ങുന്നതെന്നാണ് ഡോക്ടർ നിജി ജസ്റ്റിൻ പറയുന്നത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന കോർപ്പറേഷനുകളിൽ ഒന്നാണ് തൃശൂർ കോർപ്പറേഷൻ. കയ്യാലുപുറത്തെ തേങ്ങ പോലെ ഒരു സ്വതന്ത്രനെ മേയറാക്കി കഴിഞ്ഞ വർഷം ഭരണം തികച്ച ആത്മസംതൃപ്തിയിൽ LDFും തൃശൂർ MPയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ കലിംഗ ചർച്ചകളിലൂടെ ഇക്കുറി ഭരണം പിടിക്കുമെന്ന വാശിയിൽ NDA മുന്നിട്ടിറങ്ങുമ്പോൾ വിരൽത്തുമ്പിൽ നഷ്ടപ്പെട്ട കോർപ്പറേഷൻ ഭരണം എങ്ങനെയും തിരികെ പിടിക്കണമെന്ന ഉറച്ച ലക്ഷ്യത്തോടെയാണ് UDF കളത്തിലിറങ്ങിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൻ ഇനേബിൾ ചെയ്യാനും മറക്കരുതേ.